നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഇതിൽ ഇപ്പോൾ ഉണ്ടായ സംഭവിക്കാസ് പ്ലീസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു. പ്ലീസ്, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ്. യെസ്, ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കുഴൽനാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു. അതുകൊണ്ടാണ് അത്തരമൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചോദിക്കേണ്ടി വന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചെയറിന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരെ നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീമതി ശാന്തകുമാരി. സർ, കേരളത്തിൽ വളരെ അഭിമാനത്തോടുകൂടി ഞാനിപ്പോൾ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് 2 കോടി രൂപയിലധികം സംഖ്യയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ജനങ്ങളുടെ കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ക്വസ്റ്റ്യൻ അവർ, അതുപോലെ നിരസിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, ഇവിടെ നമ്മുടെ ഓഖി അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസഹായമായി അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര സംഖ്യയാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയാമോ? സർ, ഓക്കിയുടെ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഓക്കി ദുരന്തം ബാധിച്ചത്. സർ, അതിൽ അന്നേ വരെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി വന്നിരുന്ന ഇത്തരം ദുരന്തങ്ങളിലെ ധനസഹായ രീതി ആകെ നമ്മൾ മാറ്റിമറിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 20 ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോ കുടുംബത്തിനും നൽകുന്ന നടപടിയെടുത്തത്. സർ, അതേപോലെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ, അവരെ കടലിൽ പോകുന്നതിന് നമ്മൾ തന്നെയാണ്, സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു. പോകുന്നത് ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലയിൽ ആ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന നടപടിയെടുക്കുന്നുണ്ട്. അതെല്ലാം പലതും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക അനുവദിക്കേണ്ടി വരുന്നത്. ശ്രീ മുഹമ്മദ് മൊഹസിൻ. സർ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ 2 or 3 ആശുപത്രികൾ അല്ലെങ്കിൽ ഒന്നിലധികം ആശുപത്രികൾ, ക്യാൻസറായിട്ടും മറ്റുമായിട്ടും ഒന്നിലധികം ആശുപത്രികളിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കിട്ടുന്ന ആശുപത്രിയിൽ നിന്നായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. അത് ചിലപ്പോൾ കുറഞ്ഞ തുകയായിരിക്കും. ഈ 2 or 3 ആശുപത്രിയിൽ പോയി ഒരുപാട്, ഇപ്പോൾ 7 ലക്ഷം 8 ലക്ഷമൊക്കെ ചിലവായിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ലാസ്റ്റ് പോയ ആശുപത്രിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബില്ല് സമർപ്പിച്ചാലും വളരെ കുറഞ്ഞ തുകയാണ് അവർക്ക് കിട്ടുക. അപ്പോൾ ഈ 3 or 4 ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തമായിട്ട് ലാസ്റ്റുള്ള ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എഴുതി കൊടുക്കുകയില്ല. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ആശുപത്രികൾ പലയിടത്ത് പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ മെച്ചപ്പെട്ട ആശുപത്രികളിലേക്കാണല്ലോ പിന്നീട് പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഏറ്റവും ഉയർന്ന ആശുപത്രിയിലെ ബിൽ തുകയായിരിക്കും വരുന്നുണ്ടാകുക. ഇതിൽ ആ ചിലവായ തുക മാത്രമല്ല പരിഗണിക്കുന്നത്, വേണ്ടി വരുന്ന തുക, ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംഖ്യ അനുവദിക്കുന്നത്. അപ്പോൾ വലിയ പരാതി അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും.